നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ റൂൾ 110. ഈ റൂള് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു സാലറി പേഴ്സണാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കിട്ടിയ സാലറി എത്രയും നോക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 5,000 രൂപയൊക്കെ സാലറി ആയിരിക്കും ആദ്യം കിട്ടിയത്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ 5,000 രൂപ കിട്ടിയ ആൾക്ക് 1 ലക്ഷം കിട്ടുകയെന്ന് പറഞ്ഞാൽ 20 ടൈംസ് അദ്ദേഹത്തിൻ്റെ സാലറി ഉയർന്നു. ഇനി 2 ലക്ഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 40 ടൈംസ് അദ്ദേഹത്തിൻ്റെ സാലറി ഉയർന്നു. ഇത് നിങ്ങൾക്ക് തന്നെ ഒന്ന് നോക്കാം, ഒന്ന് കമൻറ്റിൽ ഇട്ടാൽ മതി. നിങ്ങളുടെ ഫസ്റ്റ് സാലറി എത്രയാണ്, ഇപ്പോഴത്തെ സാലറി എത്രയാണെന്ന് പറയണമെന്നില്ല, നിങ്ങൾ തന്നെ കൂട്ടിയാൽ മതി എത്ര രൂപ സാലറി ഉണ്ടെന്നുള്ളത്. ഇത് നോക്കണമെങ്കിൽ മിക്കവാറും ഒരു 10 ടൈംസോ 20 ടൈംസോ 40 ടൈംസോ ഒക്കെ ആയിട്ട് ഉള്ള ആളുകളായിരിക്കും ഒട്ടുമിക്കാനും. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും നമുക്കൊരു സേവിങ്സിനോ ഇൻവെസ്റ്റ്മെൻറ്റിനോ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് കാരണം നമുക്ക് നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ചിട്ട്, നമ്മുടെ സാലറി കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ എക്സ്പെൻസിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും വരുന്ന വ്യത്യാസം കൊണ്ട് പറ്റിപ്പോണത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്ന ടൈമിൽ നമുക്കങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബാച്ചിലർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് കുറവായിരിക്കും. നമുക്കൊരു ഫാമിലി വന്ന് ഒരു ഫാമിലി ലൈഫ് പാർട്ട്ണറായി വരുമ്പോൾ അവരുടെയും കൂടിയും എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടും. പിന്നെ കുട്ടികളൊക്കെ ലൈഫിലേക്ക് വളർന്നു വരുമ്പോൾ നമ്മുടെ ചിലവ് കൂടും. ഒരു വീടും കാറൊക്കെ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ എക്സ്പെൻസ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു സെറ്റിലായിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈഫിൽ ഒന്നും കൂടി നന്നായിട്ട് ഫിനാൻസായിട്ട് മുന്നോട്ട് പോകുന്ന ടൈമിൽ നന്നാവണം ഉള്ളൊരു താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇൻകം എത്രയെന്ന് മനസ്സിലാക്കുക. ആ ഇൻകം എങ്ങനെ ഡബിൾ ആക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ നടത്താം. ആ ഇൻകം ഡബിൾ ആക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം, നമുക്കൊരു പ്രൊമോഷൻ കിട്ടിയെടുക്കാനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയെടുക്കാനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് പോലത്തെ ജോലിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ സാലറിക്ക് അപ്പുറം സാലറിയുടെ തത്തുല്യമായിട്ടുള്ള ഇൻസെൻറ്റീവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതിന് പലപ്പോഴും ഒരു എംപ്ലോയി ലെവലിൽ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാത്തതിന് പലവരെയും കുഴപ്പം പറഞ്ഞു. പക്ഷേ ഒരു എംപ്ലോയി തന്നെ വിചാരിക്കണം, എനിക്ക് എൻ്റെ ശമ്പളം ഡബിളാക്കണം, എനിക്ക് പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ ഇൻസെൻറ്റീവ് എനിക്ക് ശമ്പളത്തെക്കാളും കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടണം എന്ന് വിചാരിച്ച് കൃത്യമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ഇൻകം ഡബിളാക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഈസി എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, കുറച്ച് നന്നായിട്ട് പണിയെടുക്കാനും അപ്പ് സ്കില്ല് ചെയ്യാനും നല്ല രീതിയിൽ റിസൾട്ട് വരുത്താനും പറ്റിക്കഴിഞ്ഞാൽ അവർക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് കഠിനാധ്വാനം ചെയ്യണ എല്ലാവർക്കും ഇൻകം ഡബിളാക്കി മാറ്റാനായിട്ട് പറ്റും. അതിനെന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ഒരു മെൻറ്ററെ കണ്ടെത്തിയിട്ട് ചെയ്യുക, അല്ലാതെ നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ മാനേജറുടെ മുകളിലത്തെ മാനേജറുടെ അടുത്തോ പോയിട്ട് പറയാം, എനിക്ക് എന്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ ഇൻകം ഡബിളാക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം. ചിലപ്പോൾ നിങ്ങളിരിക്കേണ്ട ജോലിയിൽ നിന്ന് മാറേണ്ട ആവശ്യം വരും. ഞാനിതെല്ലാവരും എൻ്റെ ഓഫീസിൽ വരുന്ന ക്ലയൻസിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളിലേക്ക് ചില വളരെ അധ്വാനിക്കുന്ന പിള്ളേരുടെയൊക്കെ ശമ്പളം നമുക്ക് കൂട്ടിക്കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവരുടെ റിസൾട്ട് അത്രയും നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് റെസ്പെക്ട് ചെയ്യാണ്ട് നമുക്ക് കൂട്ടിക്കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ. പക്ഷേ നമുക്കത് ആ ഒരു രീതിയിൽ റിസൾട്ട് വരാണ്ടാവുമ്പോൾ നമുക്ക്, കാരണം നമ്മുടെ കമ്പനിക്ക് ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവർക്ക് സാലറി കൂട്ടി കൊടുത്തുകൂടാ, അല്ലെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ് കൂട്ടി കൊടുത്തുകൂടാ. അപ്പോൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇൻകം കൂട്ടാനായിട്ടുള്ള ടാർഗറ്റ് വെച്ചാൽ ഒരു വർഷം കൊണ്ട് എങ്ങനെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാലറിയിൽ നിന്ന് ഡബിളാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടണമെങ്കിൽ അത് 2 ലക്ഷം ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം. അത് ചിലപ്പോൾ ഇൻസെൻറ്റീവ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ബോണസ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള ശമ്പളം കൂട്ടായിരിക്കും. ഡെഫിനറ്റ്ലി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ അതിനുള്ള ഗുണം ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സ്കില്ല് കൂടണം. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓഫീസിൽ വന്നിട്ടുള്ള ഒരു ക്ലയൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ചിലവരൊക്കെ 5 ടൈംസൊക്കെ സാലറി ഉയർത്തിയിട്ടുള്ള കണ്ടിട്ടുണ്ട്. കാരണം ഇവർക്ക് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ഒരു പൈസ വരണേൻ്റെ ഒരു രസം പിടിച്ചപ്പോൾ ഇവർ പല കോഴ്സുകൾ ചെയ്യാം, ഇവർ ജോലിക്ക് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാം, എന്നിട്ട് ആ സ്കില്ലിനനുസരിച്ചുള്ള ജോലി കിട്ടിയിട്ട് അവർക്ക് ശമ്പളം ഡബിളും ത്രിബിളൊക്കെ ആവണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി 100% സാലറി ഹൈക്ക് വരുത്താമെന്നാണ് ആദ്യത്തെ കാര്യം. ഈ 100% സാലറി ഹൈക്ക് വരുത്തുക എന്ന ടൈമിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം വെച്ചാൽ അവരുടെ മന്ത്ലി എക്സ്പെൻസും ഈ 100 ടൈംസ് ഉയർത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ചെയ്തിട്ട് ബുദ്ധിമുട്ടാണ്. അതിന് പകരമായിട്ട് എത്രയാണോ നമ്മുടെ എക്സ്പെൻസ് വരുന്നത് അതിൻ്റെ 10% മാക്സിമം ഉയർത്താനേ പാടുള്ളൂ.
നമുക്ക് 1,00,000 രൂപ നമുക്ക് ശമ്പളമുള്ള ടൈമിൽ നമ്മുടെ എക്സ്പെൻസ് 75,000 രൂപ വരുന്നത് വിചാരിക്കും. അപ്പോൾ നമുക്ക് 25,000 രൂപ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് പകരം നമ്മുടെ ശമ്പളം 1,00,000 നിന്ന് 2,00,000 രൂപ ആയിട്ട് ഉയർത്തുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് 75,000 നിന്ന് ഒരു 7,500 രൂപയെ കൂട്ടാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ 82,500 രൂപ കൂടുതൽ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് വരാൻ പാടില്ല. അങ്ങനത്തെ രീതിയിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സേവിങ്സ് പൈസ നമ്മുടെ കയ്യിൽ കൂട്ടാൻ പറ്റും. എന്നുവെച്ചാൽ 1,00,000 മുകളിൽ തന്നെ സേവിങ്സ് നമ്മുടെ കയ്യിൽ വരികയും അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ റൂൾ നമ്പർ 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഇൻകം എത്രയാണോ കിട്ടുന്നത് അത് ഏതെങ്കിലും നല്ല രീതിയിൽ എത്തിക്കലായിട്ട് 100% ആക്കിയിട്ട് ഉയർത്താം. എന്ന് വെച്ചാൽ 100 രൂപ കിട്ടുന്ന ആൾ 200 രൂപ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആക്കാം. എന്നിട്ട് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയായിരുന്നോ അതിൻ്റെ 10% മാത്രം മാക്സിമം കൂട്ടിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സേവിങ്സ് ഉണ്ടാക്കാനും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ റൂൾ നമ്പർ 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രാക്ടിക്കലി ചെയ്യാനായിട്ട് പറ്റട്ടെ എന്നും അതിനുള്ള എല്ലാ എനർജി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് എല്ലാവരുടെയും ലൈഫിൽ പ്രാക്ടിക്കലി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആർക്കൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റിൽ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഇത് കേട്ടിട്ട് ഇത് ഞാൻ ചെയ്യും എന്ന് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലും അത് പറയണം. ഞാൻ ഐ എം കമ്മിറ്റഡ് ടു മേക്ക് 100% ഇൻക്രീസ് ഇൻ മൈ സാലറി ആൻഡ് 10% ഇൻക്രീസ് ഇൻ മൈ സ്പെൻഡിങ് എന്ന് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ് ടു വാച്ച്. ആൻഡ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ ആർക്കൊക്കെയാണ് സംഭവിച്ചത് അവരും കമൻറ്റിൽ വന്ന് പറയാം. ഇതെല്ലാവർക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാനായിട്ട് ഒരു ഇൻസ്പിറേഷനായി ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിലൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.